ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നല്ല ഒരു കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് ആർക്ക് വേണേ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന തരത്തിലുള്ള കടലക്കറിയാണ്. 2 കപ്പ് കടല തലേദിവസം ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള, വെളുത്തുള്ളി, പച്ചമുളക്, ഉപ്പ് ചേർത്ത് ഒരു 4 വിസിൽ വരുന്നിടം വരെ ഒന്ന് അടിച്ച് വേവിച്ച് മാറ്റി വെക്കണം. ഈ സമയത്ത് നമുക്ക് പൊടികളൊക്കെ വഴറ്റിയെടുക്കാം. ഇതിനായിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം കടുക് പൊട്ടിച്ചെടുത്ത് ഇതിലേക്ക് വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം വലിപ്പമുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള പാതി വഴന്നു വരുന്ന സമയത്ത് ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചിയാണ് ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഏകദേശം 5 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടാനുസരിച്ച് ചതച്ചോ അരച്ചോ ഒക്കെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ. ഞാൻ അങ്ങനെ തന്നെ കടലക്കറി ആയതുകൊണ്ടാണ് അങ്ങനെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ് അങ്ങ് ചേർക്കുമായിരുന്നു. ഇനി ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതെല്ലാം നന്നായിട്ട് വഴന്നു വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് പച്ചമണം മാറി നന്നായിട്ട് ഒന്ന് വഴന്ന് വരുന്നിടം വരെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്ത് എണ്ണ കുറവാണെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കണം. ഏകദേശം 2-3 മിനിറ്റിനുള്ളിൽ തന്നെ പൊടികളൊക്കെ നന്നായിട്ട് വാടിക്കിട്ടും. ഈ സമയത്ത് കറിവേപ്പില കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് പൊടികളൊക്കെ വാടി വരുന്ന സമയത്ത് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ വെള്ളം ചേർക്കുന്നത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഒരുപാട് വെള്ളമൊന്നും വേണ്ട, ലേശം വെള്ളം ചേർത്താൽ മതിയാകും. വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നേരെ കടല വേവിച്ച് വെച്ചിരിക്കുന്ന കൂടി ചേർത്ത് കൊടുക്കാം. 4 വിസിൽ അടിച്ചതിന് ശേഷം മാറ്റി വെച്ചിരിക്കുന്ന കടലയാണ് ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത്. തലേദിവസം തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചത് കൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് കടലയൊക്കെ കുതിർന്നിരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു 4 വിസിൽ അടിച്ചപ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ വെന്ത് വെച്ച കടലയിൽ നിന്ന് 1/2 കപ്പോളം കടല എടുത്ത് ഞാൻ ഒന്ന് മിക്സിയിലടിച്ച് നല്ല പേസ്റ്റ് പരുവത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അത് വീഡിയോയിൽ എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ കടല നന്നായിട്ട് വേവിച്ച് ചൂടാറി വരുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞ പോലെ 1/2 കപ്പ് കടല എടുത്ത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. അങ്ങനെ നന്നായിട്ട് ഒരു പേസ്റ്റ് പരുവത്തിൽ ഈ കടല അരച്ചെടുക്കുന്നത് ഈ കടലക്കറി നന്നായിട്ട് കുറുകിയിരിക്കാൻ വേണ്ടിയാണ്. കോൺഫ്ലോറോ അരിപ്പൊടിയോ ഒന്നും ചേർക്കാതെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് നല്ല കുറുകിയ കടലക്കറി കിട്ടും. അതുകൊണ്ട് എല്ലാവരും അങ്ങനെ നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാൻ ശ്രമിക്കണം. ഇനി ഇതിലേക്ക് വെന്ത് വെച്ചിരിക്കുന്ന കടല നന്നായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കുക്കറിലിട്ട് നമ്മൾ നന്നായിട്ട് വേവിച്ചെടുത്തിരിക്കുന്ന കടല ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഗ്രേവിയിലിട്ട് വേവിക്കേണ്ട. നന്നായിട്ട് ഒരു 2-3 തള വരുന്നിടം വരെ ഒന്ന് വേവിച്ചാൽ മതിയാകും. അപ്പോൾ ആ എരിവൊക്കെ നന്നായിട്ടൊന്ന് കടലയെ പിടിച്ച് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. കടല നന്നായിട്ട് ഗ്രേവിക്കകത്ത് ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ചാറ് കൂടുതൽ വേണമെങ്കിൽ ഈ സമയത്ത് 1 കപ്പ് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് വേണം ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കാൻ. ഉപ്പില്ലെങ്കിൽ ഈ സമയത്ത് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം.
ഞാൻ ഉപ്പിട്ടാണ് നന്നായിട്ട് കടല വേവിച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ സമയത്ത് ചേർക്കുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. തേങ്ങ ഒന്നും അരച്ച് ചേർക്കാതെ തന്നെ നമ്മുടെ കടലക്കറി നല്ല കുറുകിയിരിക്കും. ഇങ്ങനെ ഈ കടല തന്നെ നന്നായിട്ട് പേസ്റ്റാക്കി അരച്ച് ചേർത്താൽ, ഇനി നമ്മൾ അരച്ച് നേരത്തെ ചേർത്ത് വെച്ചിരിക്കുന്ന ആ കടലയുടെ ആ പേസ്റ്റും കൂടെ ഒന്ന് ഈ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ചേർത്ത പാടെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ഈ കടലയുടെ പേസ്റ്റ് ചേർക്കുമ്പം തന്നെ നന്നായിട്ട് കുറുകി വരും. അതുകൊണ്ട് തന്നെ വെള്ളം കുറവാണെങ്കിൽ ഈ സമയത്ത് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കണം. അടി പിടിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ട് അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ലതായിട്ട് ഒരു തള വരുന്നിടം വരെ ഒന്ന് അടുപ്പിൽ തന്നെ വെച്ചേക്കണം. അപ്പോഴേക്കും ആ കടല അരച്ച പേസ്റ്റും കടലയൊക്കെ ആ ഗ്രേവിയായിട്ട് നന്നായിട്ട് മിക്സായി കിട്ടും. ഇനി നന്നായിട്ട് ഒരു തള വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ആവശ്യമെങ്കിൽ ഈ സമയത്ത് കുറച്ചുകൂടി ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം മല്ലിയിലയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ സമയത്ത് മല്ലിയിലയോ ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം നല്ല കുറുകിയ അടിപൊളി ടേസ്റ്റോടു കൂടി ആർക്കും ഉണ്ടാക്കാൻ പറ്റാവുന്ന ടൈപ്പ് കടലക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എത്ര കുക്കിംഗ് അറിയാത്തവർക്കും വളരെ സിമ്പിളായിട്ട് ഈ കടലക്കറി ഉണ്ടാക്കിയെടുക്കാം. ഇനി കടലക്കറി വെക്കാൻ പ്ലാൻ ചെയ്യുന്ന ദിവസം തന്നെ ഈ ടൈപ്പ് കടലക്കറിയുടെ റെസിപ്പി ഒന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പം മറക്കാതെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, വീഡിയോ മുഴുവനായിട്ടും കാണണം. എല്ലാവർക്കും ഈ കടലക്കറിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് ബാച്ചിലേഴ്സൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് ഉറപ്പായിട്ടും അറിയിക്കണം.